എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശംഖുപുഷ്പം വെച്ചിട്ട് ഒരു അടിപൊളി സോപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ്. ഇനി ശംഖുപുഷ്പം കൈമേലില്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവ്, തുളസി, കറ്റാർവാഴ ഇതെല്ലാം വെച്ചിട്ട് ഇതേ മെത്തേഡിൽ തന്നെ സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ സോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ശംഖുപുഷ്പം, അറിയാത്തവർ കണ്ടോളൂ. ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ ചെടി, പൂക്കൾ. ഇത് 3 തരം പൂക്കളുണ്ടാവും. വയലറ്റ്, വൈറ്റ് കളറുണ്ട്, റോസ്. ഇതിപ്പോൾ ഞാൻ വയലറ്റ് പൂ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ട ശംഖുപുഷ്പം പറിച്ചെടുക്കാം. അങ്ങനെ ഈ പൂക്കൾ ഒരു ഗ്ലാസ്സിലിട്ട് വെക്കുക. കുറച്ച് വെള്ളം തിളപ്പിക്കുക. തിളക്കുന്ന വെള്ളം ചൂടോടെ ഈ പൂവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ച് മാത്രമേ ഒഴിക്കാവൂ. അധികം വെള്ളമായി കഴിഞ്ഞാൽ സോപ്പും അതുപോലെ തന്നെ ചളിയായി പോകും. അങ്ങനെ അതൊരു അരമണിക്കൂർ നമ്മൾ അതൊന്ന് അടച്ച് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ഈ സോപ്പിന് ആവശ്യം ഗ്ലിസറിൻ വേണം, എന്തെങ്കിലും ഒരു സ്മെല്ലർ വേണം, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വേണം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് പൂവിനെ എടുത്ത് ഇങ്ങോട്ട് മാറ്റാം. ഈ വെള്ളം നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഗ്ലിസറിൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഒരു സ്മെല്ലർ, എൻ്റെ അടുത്ത് ഇപ്പം ലാവൻഡറിൻ്റെ സ്മെല്ലറാണ് ഉള്ളത്. അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ലാവൻഡറിൻ്റെ സ്മെല്ലർ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ഇതിപ്പോൾ ഞാൻ സോപ്പിൻ്റെ അളവ് ആകെ 2 സോപ്പേ ഞാൻ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ടാണ് ഒറ്റൊരു ക്യാപ്സ്യൂൾ ഒഴിച്ചു കൊടുക്കുന്നത്. കുറേ സോപ്പ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ എല്ലാം അളവ് കൂട്ടണം. 3 മിക്സാക്കി ഒന്നിൽ മാറ്റി വെക്കുക. അതിന് അടുത്ത് നമുക്ക് സോപ്പിന് ആവശ്യം ഇതുപോലെ ഒരു സോപ്പ് ബേസാണ്. ഇതും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിപ്പോൾ ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ചെറിയ കഷ്ണമാക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിത് വേഗം അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അൽവിയെല്ലാം മുറിക്കും പോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാൻ നല്ല സുഖമാണ്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് വേഗം മുറിഞ്ഞ് കിട്ടും. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലിടുക. പിന്നെ വേറെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളക്കുമ്പോൾ അതിലേക്ക് താഴ്ത്തി വെച്ചിട്ട് വേണം ഇത് അലിയിച്ചെടുക്കാൻ. അല്ലാണ്ട് ഇത് നേരിട്ട് ഗ്യാസുമ്മൽ വെച്ചിട്ട് ചൂടാക്കരുത്. അപ്പോൾ ഇത് ഫുൾ അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ തന്നെ ആ കട്ടി കളർ മാറിയിട്ടൊന്ന് ലൈറ്റ് കളറായി മാറി. ഈ സമയം വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കോസ്മെറ്റിക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ശംഖുപുഷ്പമാകുമ്പോൾ അത് നല്ല കടും വയലറ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കടും വയലറ്റ് കളറിലുള്ള ഒരു കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ സോപ്പിൻ്റെ ഈ സംഭവമെല്ലാം റെഡിയായി. ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു സോപ്പ് പൗഡറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മളിത് സെറ്റാക്കാൻ വെക്കണം. ഞാനധികം രാത്രിയാണ് ഇങ്ങനെ ഒഴിച്ച് വെക്കൽ. അപ്പോൾ രാവിലേക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് 2 ഫുൾ സോപ്പും പിന്നെ ഇത് ഒരു ചെറിയ സോപ്പും കൂടി ആകാനുള്ളതാണ് ഉള്ളത്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. അടിപൊളി സോപ്പായിട്ട് വന്നിട്ടുണ്ട്. നല്ല പിയർ സോപ്പെല്ലാം പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല ഗ്ലാസ് പോലെ തെളിഞ്ഞ് കാണുന്ന സോപ്പ്. നല്ല അടിപൊളി സോപ്പാണ്. നല്ല നൊരയുണ്ട്, പതയുണ്ട്. മുഖേലൊന്ന് കഴുകിയപ്പോൾ ഇതാ നല്ല ഗ്ലോ വന്നിട്ടുണ്ട്. ഇതിപ്പം വീഡിയോയിൽ അത്ര ഗ്ലോ ഇല്ലെങ്കിലും നല്ല ഗ്ലോ ഉണ്ട്. നമ്മൾ വീഡിയോയിൽ അത്ര ഗ്ലോ ഇല്ലെങ്കിലും കണ്ണാടിയിൽ നോക്കുമ്പോൾ നല്ല അടിപൊളി ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ ഞാൻ ഒറ്റയ്ക്ക് വോയിസ് കൊടുത്തിട്ടുള്ള, ഇതുവരെ ഷോർട്സിലെല്ലാം സോങ് മാത്രം വെച്ചിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ വോയിസ് കൊടുത്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായൊരു തെറ്റുകുറ്റങ്ങളെല്ലാം ഇതിലുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ആദ്യം തന്നെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.